ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പേരുണ്ടാക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും ഒരു സ്വപ്നമാണ്. ഏതെങ്കിലും വിധത്തിൽ സ്വന്തം പേര് നിലനിർത്തുക എന്നുള്ളത് അത് നമുക്ക് എല്ലാ രംഗങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലകളിലൊക്കെ പേര് വലുതാക്കാനായിട്ട് അല്ലെങ്കിൽ പേരുണ്ടാക്കാനായിട്ട് ഉള്ള മനുഷ്യൻ്റെ ശ്രമം കാണുവാനായിട്ട് സാധിക്കും. ഒരു പേരുണ്ടാക്കിയെടുക്കുക എന്നതിനേക്കാൾ ശ്രമകരമായ കാര്യമാണ് ഉള്ള പേര് നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഒക്കെ അതിലൊന്ന് പേര് വന്ന് കയറുവാനായി പലരും തത്രപ്പാട് കൂട്ടുന്നത്. മറ്റു ചിലരാകട്ടെ മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുവാനായി സ്മാരകങ്ങൾ പണിയുന്നവരാണ്. വേറൊരു കൂട്ടർ മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുന്ന സ്മാരകങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന്. 11-ാം അധ്യായം അവസാനിക്കുന്ന ഭാഗത്ത് കാണുന്നുണ്ട് യഹോവ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. കൽദയരുടെ ദേശമായ ഊരിൽ നിന്ന് തേരഹിൻ്റെ മകനായ അബ്രാമിനെ യഹോവ വിളിച്ച് വേർതിരിക്കുകയാണ്. യഹോവയുടെ അരുളപ്പാടനുസരിച്ച് അതുവരെ തനിക്ക് യാതൊരു പരിചയവുമില്ലാതിരുന്ന ദേശത്തേക്ക് പോകുവാൻ അബ്രാം തയ്യാറാകുന്നു. ഒരു സാധാരണക്കാരനായി യഹോവയുടെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറായ ആ മനുഷ്യനോട് യഹോവ പറയുകയാണ്, ഞാൻ നിന്റെ പേർ വലുതാക്കും എന്ന്. എന്നാൽ തൊട്ടു മുൻപുള്ള 11-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് മറ്റൊരു സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്: വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കാം എന്ന് അവർ പറഞ്ഞു എന്നാണ്. വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ചരിത്രാതീത കാലം അവസാനിക്കുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. അവിടെ കാണുന്നത് മനുഷ്യൻ സ്വന്തമായി പേരുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരേ ഭാഷയും ഒരേ ചിന്തയുമുള്ള ജനം അവർക്ക് ഒരു പേരുണ്ടാക്കുവാനായി ഒരു വലിയൊരു ഗോപുരം പണിയുവാനായിട്ട് തീരുമാനിക്കുന്നു. മനുഷ്യൻ്റെ അഹങ്കാരം കാണുന്ന യഹോവ അത് കാണുവാൻ ഇറങ്ങി വരുന്നതും അങ്ങനെ അവിടെ ഭാഷ ചിതറിപ്പോകുന്നതും മനുഷ്യൻ അവന് ഉദ്ദേശിച്ച ആഗ്രഹം നടക്കാതെ ചിതറിപ്പോകുന്നതുമായ രംഗമാണ്. ഇവിടെ മനുഷ്യൻ ആഗ്രഹിച്ച് ചിതറിപ്പോകാതിരിക്കേണ്ടതിനാണ് അവർ ഒരുമിച്ച് പേരുണ്ടാക്കുവാനും ഗോപുരം പണിയുവാനും ആഗ്രഹിച്ചത്. എന്നാൽ അത് യഹോവയുടെ ആഗ്രഹമല്ലായിരുന്നു. പക്ഷേ യഹോവ പ്രസാദിച്ച മനുഷ്യനെ യഹോവ തന്നെ തിരഞ്ഞെടുത്ത് അവൻ ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ പോലും ചെയ്യാതെ അവൻ്റെ പേര് വലുതാക്കുകയാണ്. തുടർന്നുള്ള അധ്യായങ്ങൾ നാം വായിച്ചു പഠിക്കുമ്പോൾ അബ്രാം എന്ന് മാത്രം പേരുണ്ടായിരുന്നവൻ അബ്രഹാമായി മാറുന്ന രംഗം കാണുവാൻ സാധിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് അബ്രാം എന്ന വാക്കിനേക്കാൾ യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ടത് അബ്രഹാം എന്ന വാക്കാണ്. കാരണം പുതിയ നിയമത്തിൽ കാണുന്ന പിതാവും പുത്രനും പരിശുദ്ധരൂഹായും ചേർന്ന ഒരു വാക്കായിട്ട് പല പിതാക്കന്മാരും ഈ അബ്രഹാം എന്ന വാക്കിനെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആബോ, ബ്രോ, റൂഹോ എന്ന 3 പദങ്ങളും ചേർന്ന തൃത്വനാമത്തിലുള്ള ഒരു പേരായിട്ടാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി യഹോവയുടെ അനുഗ്രഹം പ്രാപിച്ചു വളർന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേര് ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ആ പിതാവിൽ നിന്ന് ഉത്ഭവിച്ചതായ വലിയ 3 മതങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ്. യഹൂദ മതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും അവരുടെ പിതാവായിട്ട് ഈ അബ്രഹാമിനെ അംഗീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, യഹോവ നിന്റെ പേര് വലുതാക്കുവാൻ തീരുമാനിച്ചാൽ തീർച്ചയായും അത് നിന്റെ ആഗ്രഹത്തെക്കാളും നിന്റെ തീരുമാനത്തെക്കാളും നിന്റെ സ്വപ്നങ്ങളെക്കാളും ഒക്കെ ഉപരിയായി വലിയവനാക്കുവാൻ യഹോവയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവേഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അവൻ്റെ ഇഷ്ടപ്രകാരം ക്രമീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ശുഭദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.